ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് നമ്മളെപ്പോഴും ബേക്കറിയിൽ നിന്ന് മാത്രം വാങ്ങിച്ച് കഴിക്കാറുള്ള ഒരു സ്പെഷ്യൽ സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. അതായത് കോക്കനട്ട് ബൺ അല്ലെങ്കിൽ ദിൽകുഷ് എന്നും ഇതിനെ പറയാറുണ്ട്. ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി നമ്മൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി പെർഫെക്റ്റ് സ്ട്രക്ചറോട് കൂടി തന്നെ നമ്മളിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കോക്കനട്ട് ബൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമായി ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളമാണ് എടുത്തത് കേട്ടോ. അപ്പോൾ വെള്ളത്തിന് ചൂട് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു കറക്റ്റ് അളവ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടിയാണ് കേട്ടോ. ഇതും ചൂട് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനോടൊപ്പം ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ഇളം ചൂടുവെള്ളവും പാലൊക്കെ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചേർക്കുന്ന ഈസ്റ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് ആവാതെ വരും, അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വാം വാട്ടറും മിൽക്കൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നന്നായിട്ട് പൊന്തി വരുവേ. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ പൊന്തി വന്നിട്ടുള്ള ഈസ്റ്റിലേക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എഗ്ഗ് ചേർക്കരുതേ. ഇതിനോടൊപ്പം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് 1/4 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടറും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിനോടൊപ്പം ചേർക്കുന്നത് ഒരു പിഞ്ച് സോൾട്ടാണ്. ഈ സോൾട്ടും കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചായാലും മതി, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അതായത് ഓൾ പർപ്പസ് ഫ്ലോർ 2.5 കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു അളവിലേക്ക് ഇതൊരു കറക്റ്റ് മെഷർമെൻറ്റാണ് ഈ 2.5 കപ്പ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതൊന്ന് നന്നായിട്ട് ഇതിലേക്ക് കുഴച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ കുറേശ്ശെ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ ദാ നമ്മൾ ഇവിടെ സോഫ്റ്റായിട്ട് ഏകദേശം 7 to 8 മിനിറ്റ്സ് കൈയെടുക്കാതെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മൾ ഡോ നല്ല പെർഫെക്റ്റ് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്തതാണ്. ഇപ്പോൾ ദാ നോക്കൂ, കണ്ടോ, നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഡോ കിട്ടിയിട്ടുള്ളത്. ഈ പാകത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ കൂടി തടവിയതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലിങ് ഫില്ലിംഗ് വെച്ചാണ് റാപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നനഞ്ഞ കോട്ടൺ ക്ലോത്ത് വെച്ച് റാപ്പ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഇതൊരു ക്ലിങ് ഫില്ലിംഗ് വെച്ചിട്ടാണ് റാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 1.5 തൊട്ട് 2 മണിക്കൂർ വരെ നന്നായിട്ട് പൊന്തി വരാനായിട്ട് ടൈം എടുക്കും കേട്ടോ. നമുക്കപ്പോൾ ഡോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സമയം കൊണ്ട് ഇതിലേക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് 1/4 കപ്പ് തേങ്ങ ചെരുകിയതും 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് കാഷ്നട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതും 1 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് റെഡ് ചെറിയാണ്. അതും ഒന്ന് കട്ട് ചെയ്ത് 1 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ചേർക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് 1 ടീസ്പൂൺ നെയ്യാണ്. ഈ നെയ്യ് ചേർക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇവിടെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ നോക്കൂ, നമ്മളെ ഡോ എത്ര സോഫ്റ്റാണ് നോക്കൂ. ഇതുപോലെ ആയി കിട്ടണേ. നമ്മളപ്പോൾ ആ ഡോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനെ ഇങ്ങനെ 2 പീസാക്കി മാറ്റുകയാണ് കേട്ടോ. അതിൽ ഒരു പീസ് നമുക്ക് വീണ്ടും ഒന്ന് ക്ലിങ് ഫിലിമിൽ തന്നെ പൊതിഞ്ഞ് കവർ ചെയ്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിനി ഇത് മറ്റേത് ചെയ്ത് വരുമ്പോഴേക്കും ഇത് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിതിൻ്റെ ബാക്കി എടുത്ത് വെച്ചിരുന്ന ആ ഒരു പോർഷൻ എടുത്തിട്ട് ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുക്കുക. അതിൽ ഞാനൊരു ഇത്തിരി മൈദ തൂവിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണേ.
അപ്പോൾ ഞാനിവിടെ ഈ ബണ്ണ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് പിസ്സ പാനിലാണ്. അതിലൊരു ബട്ടർ പേപ്പർ വെച്ചൊരു അല്പം ബട്ടർ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഈ പരത്തി വെച്ച ഈ ഡോ ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമൽ പാത്രത്തിൽ വെച്ചിട്ട് മൈക്രോവേവ് ഇല്ലാതെയും ബേക്ക് ചെയ്യാം. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ല, അതുപോലെ സെയിം അതേ പ്രൊസീജിയറിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 30 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അരികു വശം ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ബേക്ക് ചെയ്യുമ്പോൾ പൊന്തി വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പോൾ ഈ അരികു വശത്തേക്ക് അധികം ഫില്ലിംഗ് വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ലെയറും കൂടി വെച്ച് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളിങ്ങനെ സെൻറ്ററിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ബാക്കി വെച്ചിരുന്ന ആ പോർഷൻ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതിൻ്റെ അരികു വശം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ അത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് പൊന്തി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അരികൊക്കെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിനി ഒരു 30 മിനിറ്റ്സും കൂടി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ വീണ്ടും ഇതുപോലെ ക്ലിങ് ഫിലിം ഞാനിത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും കേട്ടോ. നിങ്ങൾ ഇപ്പോൾ വെറ്റ് ക്ലോത്താണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെറ്റ് ക്ലോത്ത് വെച്ചേക്കണേ. നമുക്ക് ഈ ബണ്ണിൻ്റെ മുകളിലേക്ക് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കണേ. അതിന് വേണ്ടി ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാനേ. ഇപ്പോൾ ഇവിടെ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റാപ്പ് ഒന്ന് മാറ്റി നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഈ ബണ്ണിൻ്റെ ഇത് ഒന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഫോർക്ക് വെച്ച് അവിടെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. കാരണം ഇതിങ്ങനെ ബേക്ക് ചെയ്യുമ്പോൾ പൊന്തി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് കുത്തരുത്, ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് പതുക്കെ അവിടെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗും മിൽക്കും ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ പെർഫെക്റ്റ് സ്ട്രക്ചറും ആ കളറും ഗ്ലേസിങ്ങും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് എഗ് വാഷ് ചെയ്യാനേ. അപ്പോൾ ഇനി ഈ ബണ്ണ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓവൻ 170ൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് 10 മിനിറ്റ്സ്. അതിന് ശേഷം ഇതെന്താ ഇപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇനി ഞാനിത് 150ൽ വെച്ചിട്ട് 30 മിനിറ്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഓരോരുത്തരുടെ ഓവനിൻ്റെ ഡിഫറൻസിനനുസരിച്ച്, ചൂടിൻ്റെ ഡിഫറൻസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുക. ഞാനിപ്പോൾ 150ലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 25 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ഇതായിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ പക്ഷേ ഇപ്പോൾ ഇവിടെ 30 മിനിറ്റ്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കോക്കനട്ട് ബൺ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിന് ശേഷം കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം നമ്മളുടെ കോക്കനട്ട് ബൺ ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് ഈ പാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നോക്കൂ, നമ്മൾ ശരിക്കും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കളറും സ്ട്രക്ചറും തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ബണ്ണുള്ളത്. അപ്പം ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നമ്മളെപ്പോഴും ബേക്കറികളിൽ നിന്ന് മാത്രം വാങ്ങിക്കുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് അല്ലേ ഈ കോക്കനട്ട് ബൺ അല്ലെങ്കിൽ ദിൽഖുഷ് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ സ്നാക്ക്. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരുപാട് സന്തോഷമാവും. നമ്മളെപ്പോഴും ഇങ്ങനെ വാങ്ങിക്കുന്ന ഒരു സാധനം വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.